കട്ടപ്പന നഗരസഭയിൽ കൌൺസിൽ യോഗം ചേർന്നു. 17 വിഷയങ്ങളാണ് അജണ്ടയിലുണ്ടായിരുന്നത്. അമൃത് 2.0യുടെ ഭാഗമായി നഗരസഭയിൽ ഓപ്പൺ പാർക്ക് നിർമ്മിക്കുന്നതിനായി തയ്യാറാക്കിയ DPR കൌൺസിൽ യോഗം അംഗീകരിച്ചു. 17 അജണ്ടകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൌൺസിൽ യോഗം ചേർന്നത്. 2025-26 വാർഷിക പദ്ധതി, സ്പിൽ ഓവർ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നത് ചർച്ചകൾ ഉയർന്നു. PMIY ഭവന നിർമ്മാണം പൂർത്തിയാക്കാതെ സംബന്ധിച്ചും എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്യുന്നത് സംബന്ധിച്ചും വിവിധ ക്ഷേമ പെൻഷനുകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നു. യോഗത്തിൽ തണലിടം പദ്ധതി പ്രകാരം നഗരസഭയിൽ ഓപ്പൺ പാർക്ക് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് തയ്യാറാക്കിയ DPR യോഗം അംഗീകരിച്ചു. ഇന്ന് കൌൺസിലിൽ ആകെ 17 അജണ്ടയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് തണലിടം കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഈ ഒരു കൌൺസിലിൽ ഞങ്ങളുടെ ഭരണസമിതിക്ക് ഒരു നല്ലൊരു സ്വപ്നമായിരുന്നു. കട്ടപ്പന നഗരസഭ കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉചിതമായ സ്ഥലം അനുവദിച്ചു നൽകുന്നത് സംബന്ധിച്ചും കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിൻഭാഗത്ത് അപകട ഭീഷണിയെ നിലകൊള്ളുന്ന മൺഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ട തീരുമാനങ്ങളും ചർച്ചയായി. ഭവൻ നമുക്ക് അടിയന്തരമായി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ബഡ്ജറ്റിൽ 15 ലക്ഷം രൂപ വകകൊള്ളിച്ച് അതിന് DPCയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് കൃഷിഭവൻ പണിയുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ഒരു 20 ലക്ഷം രൂപ കൂടി നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 35 ലക്ഷം രൂപയ്ക്ക് മനോഹരമായ കൃഷിഭവൻ, സ്മാർട്ട് കൃഷിഭവൻ നമുക്ക് പണിയത്തക്ക രൂപത്തിൽ ഉള്ള. കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ KSRTCയുടെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തുന്നത് സംബന്ധിച്ച പരാതിമേലും ചർച്ചകൾ ഉയർന്നു. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം വിയോജിപ്പും പ്രകടിപ്പിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.